ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം ചെല്ലുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കൂട്ട് ദൈവദാസനും കൂടെ ഞങ്ങളിങ്ങനെ ഒരു ബീച്ചിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോകുന്നതായ സമയം, ഈ സമയത്ത് കാണാം പെട്ടെന്ന് ബീച്ചിലോട്ടൊക്കെ നോക്കി ഭയങ്കര തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുന്ന ഒരു അനുഭവം കണ്ടു. ഭയങ്കര തിരമാല. ഞങ്ങൾ നിൽക്കുന്നിടത്തോട്ടൊക്കെ വെള്ളം ഭയങ്കരമായിട്ട് തെറിച്ചു വീഴുന്നൊരു ഫീലിങ്സ് അവിടെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ചിന്ത ഉണ്ടായത്, ഈ തിരമാലകൾ ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ തിരമാലകളെ ഭേദിച്ച് എപ്പോഴും യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് ഇങ്ങനെ മൂവ് ചെയ്യാറുണ്ട്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ എന്നും അവൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ട്, ഈ തിരമാലകൾ പ്രതികൂലമായി ആഞ്ഞടിക്കുന്ന തിരമാലയുടെ മുകളിൽ എനിക്കൊരു ദിവസം നിൽക്കണം, എനിക്കൊരു ദിവസം അതിനെ ജയിക്കണം, ഈ പ്രശ്നത്തെ എനിക്കൊരു ദിവസം ഒന്ന് ജയിക്കണം എന്ന് അവൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസത്തിൽ ആമേൻ യേശു കർത്താവ് വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന അവൻ ഒരു അനുഭവത്തിലേക്ക്, ഒരു വെളിപ്പാടിലേക്ക്, ഒരു കണ്ണുകൊണ്ട് അവൻ കാണുന്നൊരവസ്ഥയിലേക്ക് കടന്നു വന്നു. അവൻ്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം ഉളവാക്കുന്ന കാര്യമായിരുന്നു. ഉടൻ തന്നെ അവൻ പറഞ്ഞൊരു വാക്ക്, കർത്താവേ, എനിക്കും ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒന്ന് നടക്കണം. ഇന്നലകൾ വരെ എൻ്റെ കണ്ണു മുമ്പിൽ തിരമാലകൾ പോലെ ആഞ്ഞടിച്ചു കൊണ്ടിരുന്ന പ്രതികൂലമാണെങ്കിൽ എനിക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് നടക്കണം. അവൻ്റെ ദൃഷ്ടി മുഴുവനും പിന്നെ തിരമാലയല്ലായിരുന്നു, അവൻ്റെ ദൃഷ്ടി മുഴുവനും യേശുവിങ്കിലേക്കായിരുന്നു. യേശുവിങ്കിലേക്ക് തന്നെ അവൻ നോക്കിക്കൊണ്ട് ആമേൻ അവൻ മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ തിരമാലകൾക്കകത്ത് മുങ്ങുകയല്ലായിരുന്നു, അവൻ കടലിൻ്റെ മുകളിലൂടെ നടക്കുകയായിരുന്നു. കാരണം അവൻ കടലല്ലായിരുന്നു അവൻ്റെ ഫോക്കസ്. അപ്പോൾ അവൻ്റെ ഫോക്കസ് മുമ്പിൽ നിൽക്കുന്ന യേശുവായിരുന്നു. അവൻ ആത്മമണ്ഡലത്തിനകത്ത്, അവൻ ആത്മനിയോഗത്തിനകത്ത് അവൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ പ്രതികൂലമായി കടന്ന കടലിൻ്റെ മുകളിലൂടെ അവൻ നടന്നു. എന്നാൽ ആ യേശുവിൻ്റെ മുഖത്തിൽ നിന്നും ആത്മനിയോഗത്തിൽ നിന്നും അവൻ ജഡത്തിലേക്ക് മാറിക്കഴിഞ്ഞതും അവൻ അതേ വെള്ളത്തിൽ താണു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളായിരുന്നെങ്കിലും നീ ആത്മമണ്ഡലത്തിനകത്ത്, ആത്മനിയോഗത്തിനകത്ത് നീ യേശുവിനെ നോക്കുവാൻ തുടങ്ങിയാൽ, നീ ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയാൽ, നീ പ്രശ്നങ്ങളുടെ താഴിലല്ല, നിന്നെ തളർത്തിയ പ്രശ്നങ്ങളുടെ മുകളിലൂടെ നീ നടന്നു നീങ്ങും. എന്നാൽ അത് ജഡത്തിനകത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയാൽ ആ പ്രതികൂലം നമ്മളെ വലിച്ച് താഴേക്ക് കീടും. ഇന്ന് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നീ താണു പോകാനുള്ളവനല്ല, നീ നഷ്ടപ്പെട്ടു പോകാനുള്ളവനല്ല, നീ വീണു പോകാനുള്ളവനല്ല. നീ ഈ പ്രശ്നങ്ങളെയൊക്കെ ജയിച്ചതിന് മുകളിൽ നിൽക്കേണ്ടവനാണ്. എൻ്റെ വാക്കിനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമയും പറഞ്ഞത് സ്വീകരിക്കാം. നിന്ദലകൾ പലതും നിന്നെ ഭയപ്പെടുത്തുന്നത് നീ താണുപോകും എന്നാണെങ്കിൽ ഇന്ന് നിന്നോട് ഒറ്റ വാക്ക്, നിന്റെ പ്രതീക്ഷ കർത്താവിലാകട്ടെ, നിന്റെ നോട്ടം കർത്താവിലാകട്ടെ, നിന്റെ മൈൻഡ് കർത്താവിലാകട്ടെ. അങ്ങനെയാണോ എങ്കിൽ നീ താഴത്തില്ല, പകരം താഴ്ത്താൻ നിന്നതിൻ്റെ മുമ്പിൽ നീ മുകളിൽ തന്നെ ചവിട്ടി നിൽക്കാനിടയായിത്തീരും. ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി കർത്താവ് തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മെസ്സേജ് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.